ബഹുമാനപ്പെട്ട വികാരിയച്ച ഷമ്മാശൻ, ബഹുമാനപ്പെട്ട സിസ്റ്റർ, പ്രിയ സഹോദരി സഹോദരന്മാർ, പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിനോടനുബന്ധിച്ചുള്ള നോമ്പിൻ്റെ തിരുനാളിൻ്റെ രണ്ടാം ദിവസമായ ഇന്ന് നമുക്ക് വചന സന്ദേശം നൽകുന്നത് ശ്രീമതി ലാലി രാജനാണ്. ലാലി നമുക്ക് ഏവർക്കും സുപരിചിതയാണ്. കിളിലേത്ത് കുടുംബാംഗമാണ്. കിളിലേത്ത് രാജൻചൻ ആണ് ലാലിയുടെ ഹസ്ബൻഡ്. മാർ ഇവാനിയസ് കോളേജിൽ നോൺ ടീച്ചിങ് സ്റ്റാഫായിരുന്നു. ഇപ്പോൾ റിട്ടയർ ചെയ്തു. ലാലിക്ക് 2 മക്കളാണ്, റോബിനും റീനയും. 2 പേരും വിവാഹിതരാണ്. ഒരാൾ എഞ്ചിനീയറും ഒരാൾ നേഴ്സായിട്ടും ജോലി ചെയ്യുന്നു. ലാലി MCMFൻ്റെ ഒരു സജീവമായ പ്രവർത്തകയാണ്. MCMFൻ്റെ മുൻകാലങ്ങളിൽ അതിൻ്റെ ഭാരവാഹിത്വം പലതരം മേഖലകളിലായിരുന്നുകൊണ്ട് MCMFന് വളരെ ശക്തമായ നേതൃത്വവും പിന്തുണയും നൽകി വരുന്ന വ്യക്തിയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ലാലിയെ എനിക്ക് ഇതിലേക്ക് സ്വാഗതം ചെയ്യാൻ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഈ 8 അമ്മമാരെ സെലക്ട് ചെയ്തപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ആ നിയോഗം ഏറ്റെടുത്ത വ്യക്തിയാണ് ലാലി. വളരെ സ്നേഹത്തോടുകൂടി എല്ലാവരുടെയും പേരിൽ, ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ്റെയും കൂടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും പേരിൽ ഈ വചന സന്ദേശം നൽകുന്നതിനായി ലാലിയെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. പ്രീതിയോഗ്യ ദൈവത്തിന് സ്തുതി. വലിയ ബഹുമാനപ്പെട്ട ജോർജ് സച്ച, ശമാശ, പ്രിയപ്പെട്ട നമ്മളുടെ സിസ്റ്റേഴ്സ്, നമ്മുടെ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, എനിക്കിന്ന് ഈ വിശുദ്ധ മാതാവിൻ്റെ തിരുനാളിൻ്റെ എട്ടുനോമ്പിൻ്റെ 2ാം ദിവസമായി ഇന്ന് എനിക്ക് വിചിന്തനത്തിനായി തന്നിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങളാണ്. എനിക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. എന്നോടുള്ള നിൻ സർവ്വനന്മകൾക്കായി ഞാനെന്തു ചെയ്യേണ്ടു നിനക്കേശു പരായി. ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശു പരാ. നന്ദി കൊണ്ടെൻ്റെ ഉള്ളം നിറയുന്നെൻ സന്നാഹമോടെ സ്തുതി പാടിടുന്നേ. ദേവസന്നാഹമോടെ സ്തുതി പാടിടുന്നേ. കാന്യവാദിത്യത്തിനുമായി ഞങ്ങൾ നൽകുകയുമേ. ഈ പരിശുദ്ധ ദിവസത്തിൽ ഈ ആലയത്തിലായിരിക്കുവാൻ എനിക്ക് സാധിച്ച വൻകൃപയെ ഓർത്ത് ഞാൻ ആദ്യം നിന്നെ സ്തുതിക്കട്ടെ, സ്തോത്രം ചെയ്യട്ടെ. അമ്മേ മാതാവേ, എനിക്ക് ഈ വചനം പറയാനുള്ള കഴിവോ യോഗ്യതയൊന്നും എനിക്കില്ല. അമ്മയുടെ ഒരു ആഹ്വാനം, അമ്മ എന്നെ വിളിച്ചത് കൊണ്ട് മാത്രമാണ്, അമ്മയുടെ ഒരു തീരുമാനമാണ് എന്നെ ഇവിടെ നിന്ന് നിർത്തിയിരിക്കുന്നത്. അമ്മേ മാതാവേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ യാചിക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26-ാം തിരുവചനം. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് ഉള്ള അറിയിപ്പ്, അത് 1ാമത്തെ മംഗളവാർത്ത എന്നാണ് ഇതിന് പറയുന്നത്. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹം നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ദൂതൻ മറിയത്തിൻ്റെ അടുത്ത് വന്ന് പറയുന്നു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ച് യേശുവിനെ പ്രസവിക്കുമെന്ന് ഗബ്രിയേൽ ദൂതൻ മറിയത്തെ അറിയിച്ച സംഭവമാണ് മംഗളവാർത്ത. ഈ അറിയിപ്പിൻ്റെ ആരംഭ വാക്യങ്ങളാണ് 26, 27, 28 വചനങ്ങളിൽ നാം കാണുന്നത്. 29-ാം തിരുവചനത്തിൽ നാം കേൾക്കുന്നു, ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥതയായി എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഏതൊരു സ്ത്രീക്കും ഉണ്ടാകാവുന്ന ഒരു അവസ്ഥയാണ് ഈ അസ്വസ്ഥത. ഒരു കന്യകയുടെ ജീവിതത്തിലെ ഏറ്റവും രൂക്ഷമായ പ്രതിസന്ധി സമയമായിരുന്നു ഈ വേദഭാഗത്തെ നാം വായിച്ചു കേട്ടത്. ഒരു യുവതിയുടെ ജീവിതം തന്നെ തകർന്നു പോകേക്കാവുന്ന നിമിഷം വീട്ടുകാരാലും ബന്ധുക്കളാലും എന്തിനേറെ പറയുന്നു, വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന പുരുഷനാൽ പോലും തള്ളിപ്പറഞ്ഞേക്കാം.
ഈ അവസ്ഥയിലൂടെയാണ് മാതാവ് കടന്നു പോയത്. അപ്പോൾ ഈ പ്രതിസന്ധിയിൽ ദൂതൻ അവളോട് പറയുന്നു, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് ദൂതൻ പറയുന്നത്. മനുഷ്യർ എന്ത് പറയട്ടെ, അതൊന്നും നമ്മൾ കാര്യമാക്കണ്ട. ദൈവത്തിൻ്റെ കൃപ, നിന്റെ സന്നിധിയിൽ ദൈവകൃപയുണ്ട്. അതാണ് മാതാവിനോട് ദൂതൻ പറയുന്നത്. ദൂതൻ്റെ വാക്കുകൾ അവൾ ചെവിക്കൊള്ളുന്നു. 34-ാം തിരുവചനത്തിൽ മറിയം ദൂതനോട് ചോദിക്കുന്നു, ഇത് എങ്ങനെ സംഭവിക്കും? ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ അവൾ പുരുഷനെ അറിയുന്നില്ല. അവൾക്ക് വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് അവൾ ഇത് ചോദിക്കുന്നത്, ഇത് എങ്ങനെ സംഭവിക്കുമെന്ന്. കൃപ നിറഞ്ഞവളെ എന്ന സംബോധന വഴി ദൈവം അവളെ ദൈവപുത്രൻ്റെ അമ്മ എന്ന അപൂർവ പദവി ഏറ്റെടുക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് മാലാഖ വ്യക്തമാക്കുന്നു. പരിശുദ്ധ മറിയത്തിന് കൈവന്നിരിക്കുന്ന അനുഗ്രഹീത അവസ്ഥയാണ് അഭിവാദനത്തിൽ അന്തർലീനമായിരിക്കുന്നത്. വീണ്ടും ദൂതൻ ഇപ്രകാരം പറയുന്നു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഈ പരിശുദ്ധാത്മാവ് കൃപ അവൾക്ക് എവിടെ നിന്നാണ് ലഭിച്ചത്? അവളുടെ മാതാപിതാക്കളായ യുവാക്കി ഹന്ന ദമ്പതികൾ വളരെ പ്രാർത്ഥിക്കുന്ന വ്യക്തിത്വങ്ങളായിരുന്നു. അവർ 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു എന്നാണ് നമ്മൾ കേൾക്കുന്നത്. ഈ ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് ഉണ്ടായ ഒരു പെൺകുഞ്ഞാണ് ഈ മറിയം. ഈ മറിയത്തിനെ അവർ ദൈവസന്നിധിയിലാക്കി അവളെ വളർത്തി പ്രത്യാശയോടുകൂടി ദൈവത്തിൽ സമർപ്പിച്ചു. പ്രാർത്ഥനയിലും ഉപവാസത്താലും അവളെ വളർത്തിയതിൻ്റെ ഫലമായിട്ടാണ് അവൾക്ക് ഈ ഒരു സന്ദേശം ദൂതനിൽ നിന്നൊരു സന്ദേശം ലഭിക്കുമ്പോൾ അവൾക്ക് ധൈര്യമായിരിക്കാൻ കൃപ നൽകുന്നത്. ഇവളുടെ ഈ ജീവിതം നമുക്കെല്ലാവർക്കും മാതൃകയാക്കാവുന്നതാണ്. നമ്മളെല്ലാവരും എങ്ങനെയാണെന്നറിയാമോ? നമ്മളെല്ലാവരും ദൈവത്തോട് പല കാര്യങ്ങൾ ചോദിക്കും. ഇവിടെ ഈ മാതാവ് എനിക്കൊരു കുഞ്ഞിനെ ലഭിച്ചാൽ ഞാൻ അതിൽ ദൈവത്തിന് സമർപ്പിച്ചേക്കാം എന്നാണ് ദൈവത്തിന് വാഗ്ദാനം നൽകുന്നത്. അങ്ങനെ ആ മാതാവ് ഇവളെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് ദൈവത്തിനായി സമർപ്പിക്കുന്നു. ദൈവമുള്ള കുഞ്ഞായി അവളെ വളർത്തുന്നു, പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി വളർത്തുന്നു. നമ്മളൊക്കെ എങ്ങനെയാണെന്നറിയാമോ? എൻ്റെ കാര്യം ഞാൻ പറയാം. ഞാൻ പലതും ദൈവത്തിനോട് ചോദിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. ദൈവമേ എനിക്ക് തരണമേ എന്ന് ചോദിച്ച് വാങ്ങിക്കും. പക്ഷേ കിട്ടിക്കഴിയുമ്പോൾ നമ്മളതെല്ലാം മറക്കും. പിന്നീടാകട്ടെ എന്ന് നമ്മൾ പറഞ്ഞ് അതെല്ലാം നമ്മൾ മറക്കും. എൻ്റെ ഒരു സാക്ഷ്യം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു മാർത്തോമ കുടുംബത്തിൽ നിന്നും വന്നതാണ്. 12 മക്കളിൽ ഏറ്റവും ഇളയവളായ എനിക്ക് എൻ്റെ കുടുംബത്തിലെ ആരെയും തന്നെ കത്തോലിക്ക സഭയിൽ കെട്ടിച്ചിട്ടില്ല. എല്ലാവരും മാർത്തോമ, യാക്കോബ, ഓർത്തഡോക്സ് സഭകളിലാണ് കെട്ടിയവരും കെട്ടിച്ചവരും എല്ലാവരും തന്നെ. ഞാൻ മാത്രമേ ഉള്ളൂ ഈ കാത്തോലിക്ക സഭയിൽ വന്നത്. അതുകൊണ്ട് എനിക്ക് മാതാവിൻ്റെ യാതൊരു പ്രാർത്ഥനയോ എനിക്ക് ജപമാല ചൊല്ലാനോ ഒന്നും തന്നെ അറിയില്ല. എങ്കിലും ഞാൻ ചോദിച്ചവരോട്, മാതാവിനെക്കുറിച്ച് ചോദിച്ചവരോട് പറയും, എൻ്റെ കുഞ്ഞുങ്ങളെ ഏതായാലും ഞാൻ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കണം, അല്ലെങ്കിൽ അവർക്ക് ആദ്യ കുർബാന കൊടുക്കണം. അതിനുവേണ്ടി ഞാൻ ഈ ജപമാല പഠിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ അമ്മയുടെ പ്രാർത്ഥന പഠിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എനിക്ക് 1-2 അടയാളങ്ങൾ വഴി എൻ്റെ മാതാവ് എനിക്ക് വിശ്വാസം തന്നു. മാതാവിനുള്ള വിശ്വാസം എനിക്ക് 1-2 അടയാളങ്ങൾ വഴി എനിക്ക് കാണിച്ചു തന്നു. അതിലൊന്നാണ് എൻ്റെ ഇളയ മകളായ മോൾക്ക് കല്യാണം കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞ് 5-ാമത്തെ വർഷത്തിലാണ് അവൾക്ക് കുഞ്ഞുണ്ടാകുന്നത്. ഒരു വർഷം 6 മാസം കഴിയുമ്പോൾ മുതൽ നമ്മുടെ നാട്ടിലെ ഒരു ഇതാണല്ലോ, എല്ലാവരും ചോദിച്ചു തുടങ്ങി, എന്തോ വിശേഷമുണ്ടോ എന്ന് ചോദിച്ചു തുടങ്ങി. പക്ഷേ അന്നേരമൊക്കെ ഞാൻ പറയാം, ശരിയാവും ദൈവം തരും എന്ന് പറയും. ചോദിക്കുന്നവരോടൊക്കെ ഞാൻ പറയും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെയും എന്നും ഞാൻ പ്രാർത്ഥിക്കും. രാത്രി പ്രാർത്ഥനയിലൊക്കെയും ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എല്ലാ ദിവസങ്ങളിലും അച്ഛൻ ചോദിക്കും, നിൻ്റെ പ്രാർത്ഥനയൊന്നും ദൈവം കേൾക്കുന്നില്ലല്ലോ എന്ന്. അപ്പം ഞാൻ പറയും, അച്ഛാ നമുക്ക് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് അത് ലഭിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു 3-4 വർഷം കടന്നുപോയി. അത് ഞങ്ങൾ അറിഞ്ഞതേ ഇല്ല. അങ്ങനെ ഇരിക്കെ എൻ്റെ ഒരു സഹോദരി എന്നോട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു. വളരെ എൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന രീതിയിലാണെന്ന് ആ സഹോദരി സംസാരിച്ചത്. അത് കേട്ട് എനിക്ക് അന്ന് ഉറങ്ങാൻ സാധിച്ചില്ല. ഞാൻ ജപമാല എടുത്തു, നെഞ്ചോട് ചേർത്ത് വെച്ചു. ഞാൻ ദൈവത്തിനോട് സങ്കടപ്പെട്ട് കരഞ്ഞു, നിലവിളിച്ച് പ്രാർത്ഥിച്ചു. നിലവിളിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്രയും നാളെ ഞാനൊന്നുമില്ലാത്തവളായിരുന്നു. ഒരു ഏഴയായി എനിക്ക് ദൈവം എല്ലാ കരുണകളും തന്നു, എല്ലാ അനുഗ്രഹങ്ങളും തന്നു. പക്ഷേ എൻ്റെ കുഞ്ഞിനെ എന്തിനാണ് ഈ സങ്കടം കൊടുത്തത് എന്നുള്ള ഒരു ഇതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. എപ്പോഴോ ഞാൻ ഉറങ്ങിപ്പോയി. എപ്പോഴാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. വെളുപ്പാങ്കാലമായപ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു.
എൻ്റെ അമ്മ അന്ന് മരിച്ചിട്ട് 4 വർഷം കഴിഞ്ഞിരുന്നു. അന്ന് വരെ ഞാൻ എൻ്റെ അമ്മയെ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല. അമ്മയുടെ മടിയിൽ ഒരു ഓമനത്തമുള്ളൊരു കുഞ്ഞ്. എന്നിട്ട് അമ്മ എന്നോട് ചോദിക്കുന്നു, മോളെ നീ എന്തിന് സങ്കടപ്പെടുന്നു? ദൈവം നിനക്ക് നിശ്ചയിച്ച സമയത്ത് നിനക്കത് ദൈവം തരും, നീ സങ്കടപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല. അങ്ങനെ അമ്മ പറഞ്ഞു. എനിക്ക് നേരം വെളുത്തു. എനിക്ക് വളരെ സന്തോഷം വന്നു. എനിക്ക് ആ മാതാവാണ് ഈ ജപമാല എൻ്റെ നെഞ്ചിൽ ചേർത്തു. ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് മാതാവാണ് അവിടെ പ്രത്യക്ഷപ്പെട്ടതാണ്. എനിക്ക് നല്ല ഉറപ്പുണ്ട്. എൻ്റെ അമ്മയിലൂടെ എൻ്റെ മാതാവാണ് എനിക്കത് കാണിച്ചു തന്നത്. ഞാൻ നേരം വെളുത്തു പിന്നെ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട്. അച്ഛൻ എന്നോട് ചിന്തടി ഇത്ര വലിയ സന്തോഷം, നിനക്ക് ലോട്ടറി വല്ലതും അടിക്കുന്ന സ്വപ്നം കണ്ടോ? അപ്പം ഞാൻ പറഞ്ഞ അച്ഛാ, ലോട്ടറിയേക്കാളും വലുതാണ് ഞാൻ സ്വപ്നം കണ്ടത്. എനിക്കത് മറ്റുള്ളവരോട് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നം മറ്റുള്ളവരോട് പറഞ്ഞാൽ അത് പാലിക്കത്തില്ല എന്നിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ഞാൻ ആരോടും പറയാതിരുന്നിട്ട് അവസാനം ഞാൻ അന്ന് മുതൽ 7 വെള്ളിയാഴ്ച ഉപവസിച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയിൽ 7ാമത്തെ വെള്ളിയാഴ്ച എൻ്റെ മോള് വിളിച്ച് പറഞ്ഞു, അമ്മേ എനിക്ക് ശേഷമുണ്ട്. അവിടെ ദൈവം തമ്പുരാൻ എന്നെ കാത്തു. എൻ്റെ അപേക്ഷ ദൈവം കേട്ടു. അങ്ങനെ ഞാൻ മോൾ പ്രസവിക്കുന്നത് വരെയും ഞാൻ ആ ഉപവാസം തുടർന്നു. പിന്നെ ഞാൻ ഈ കാര്യങ്ങൾ അന്ന് പിന്നെ സന്ധ്യാപ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുമെന്നല്ലാതെ ഞാൻ ജപമാല ചൊല്ലുകയോ ഇതൊന്നും ഞാൻ ചെയ്തില്ല. ഞാനങ്ങ് മറന്നു. എൻ്റെ ആ സന്തോഷം നമുക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഇനി ദൈവം നമുക്ക് തരുമല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ ആ കുഞ്ഞിനെ 1 വയസ്സായി 2 വയസ്സായി. 2 വയസ്സായിട്ട് മോൾ പറയുന്നു, അമ്മേ ഇവൻ സംസാരിക്കുന്നില്ല. എന്താ അമ്മ, എനിക്കറിയില്ല അമ്മേ, അവൻ സംസാരിക്കുന്നില്ല. ഞാൻ അവിടെ എല്ലാം ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, നിങ്ങളെ എത്രയും പെട്ടെന്ന് ഇവനെ വീട്ടിൽ കൊണ്ടുപോയിക്കോ, നാട്ടിൽ കൊണ്ടുപോയിക്കോ. അവിടെ എല്ലാവരുമായിട്ട് ഇടപഴകുമ്പോൾ അവൻ സംസാരിച്ച് തുടങ്ങും. യാതൊരു കുഴപ്പവും അവനില്ല, നിങ്ങൾ നാട്ടിൽ കൊണ്ടുപോയിക്കോളാം. അവൻ മരുമോൻ എങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നു. അവനെ ഞങ്ങൾ ഡോക്ടർമാരെ എല്ലാം കാണിച്ച് അവന് യാതൊരു കുഴപ്പവും ഇല്ല എന്ന് എല്ലാവരും പറയുന്നു. ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അവസാനം എൻ്റെ മോള് 6-7 മാസം കഴിഞ്ഞപ്പോൾ, അവൾക്ക് അന്നിന് കൊറോണ ആയതുകൊണ്ട് ലീവ് കിട്ടിയില്ല. 7 മാസം കഴിഞ്ഞപ്പോൾ അവൾ ലീവിന് വന്നിട്ട് എന്നോട് പറഞ്ഞു, അമ്മേ എനിക്ക് അന്ന് ഇവിടെ കുർബാനയ്ക്ക് ആളിനെ പള്ളിയിൽ കയറ്റത്തില്ല, 5 പേരെ കൂടുതൽ ഈ ആലയത്തിൽ കയറ്റത്തില്ല, എൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. മോള് പറയുന്നു, അമ്മേ എനിക്കും കൂടെ കുർബാനയ്ക്ക് വരണം. ഞാൻ പറഞ്ഞു, മോളെ അത് പറ്റത്തില്ല, നേരത്തെ പേര് കൊടുത്തവർക്ക് മാത്രമേ ഇവിടെ വരാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് 2 പേർക്കും കൂടി നമുക്ക് കവറിൽ ചെന്നിട്ട് പിതാവിനോട് മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കാം, നീ വാന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരുമിച്ച് വന്നിരുന്നു, പിതാവിനടുത്ത് മാധ്യസ്ഥം യാചിച്ചു. ഞങ്ങൾ 1 മണിക്കൂറിരുന്ന് അവിടെ ഇരുന്ന് കരഞ്ഞു. ഞങ്ങൾ 2 പേരും കൂടെ ഒരുമിച്ചിരുന്ന് കരഞ്ഞ് യാചിച്ചു. പ്രാർത്ഥനയുടെ അവസാനം ഞാൻ പറഞ്ഞു, മോളെ ഇത് നിനക്ക് നീ കരയണ്ട, നിനക്കിത് സാധിച്ചു കിട്ടും. അന്നേരം അവൾ പറഞ്ഞു, അമ്മേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എന്തെങ്കിലും മിറക്കിൾ സംഭവിക്കാതെ ഈ കുഞ്ഞ് സംസാരിക്കത്തില്ലെന്നാണ് പറഞ്ഞത്. പിന്നെ എങ്ങനെ സംഭവിക്കുന്ന ഈ അമ്മ പറയുന്നത്? ഞാൻ 5 വർഷം കാത്തിരുന്നിട്ടാണ് എനിക്ക് ഈ ഒരു കുഞ്ഞിനെ ലഭിക്കുന്നത്. അവൻ എന്നെ അമ്മയെന്ന് വിളിച്ചില്ലെങ്കിൽ ഞാൻ എന്തിനു സമ്പാദിക്കണം, ഞാൻ എന്തിനു ജീവിക്കണം, ഞാൻ എന്തിനു ജോലി ചെയ്യണം? അവളുടെ ആ ഒരു വാക്ക് എന്നിൽ വളരെയധികം വേദന ഉണ്ടാക്കി. ഞാൻ അന്ന് രാത്രി ഇതുപോലെ പഴയതുപോലെ തന്നെ ഞാൻ വീണ്ടും ഞാൻ മാതാവിനെ വിളിക്കാൻ തുടങ്ങി. മാതാവിനെ വിളിച്ചു. പിറ്റേന്ന് നേരം വെളുത്ത് അവൾ പോയി കഴിഞ്ഞ് അന്ന് വൈകിട്ട് സന്ധ്യയായിരുന്നു. ഞങ്ങളിവനെ സ്ഥിരം പഠിപ്പിക്കുന്ന ഒരു പാട്ടുണ്ട്, അമ്മേ എൻ്റെ അമ്മേ എനിക്ക് ഈശോ തന്നൊരമ്മേ. ഈ പാട്ട് ആരും പറഞ്ഞു കൊടുത്തില്ല, അവൻ തന്നെ പാടാൻ തുടങ്ങി. അന്ന് മുതൽ ഇന്ന് വരെ അവൻ നല്ല മിടുക്കനായി വർത്തമാനം പറയുന്നു, എല്ലാം സാധിക്കുന്നു. എൻ്റെ അമ്മയാണ് എനിക്കത് സാധിച്ചു തന്നത്. എനിക്ക് പ്രസംഗിക്കാനുള്ള കഴിവൊന്നുമില്ല. എൻ്റെ ഈ വിഷയം ഒന്ന് മറ്റുള്ളവരെ അറിയിക്കുക മാത്രമാണ് ഞാനിവിടെ ചെയ്യുന്നത്. മറിയത്തിൻ്റെ ജീവിതം നമ്മുടെ മുൻപിൽ വയ്ക്കുന്ന ഏറ്റവും വലിയ ആഹ്വാനം ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവത്തെ മുറുകെ പിടിക്കുക എന്നത് തന്നെയാണ്. പരിശുദ്ധ മറിയത്തിൻ്റെ കൃപ നിറഞ്ഞ ജീവിതം നമുക്ക് ഏവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഈ അവസരം തന്ന ബഹുമാനപ്പെട്ട അച്ഛനും MCMF ഭാരവാഹികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. പറഞ്ഞവരെ 8 നോമ്പിൻ്റെ 2ാം ദിവസം നമുക്ക് വേണ്ടി വചനം പങ്കുവച്ചത് രാജന്മാമയാണ്. പരിശുദ്ധാത്മയ്ക്ക് മംഗളവാർത്തയിൽ ലഭിച്ച അനുഗ്രഹം തങ്ങളുടെ ജീവിതത്തിലും എത്ര കാലം അനുഭവനീയമായി എന്ന് നമ്മെ പഠിപ്പിക്കുകയും ജീവിതസാക്ഷ്യത്തിലൂടെ നമുക്ക് അത് നൽകുകയും ചെയ്തു. ഏത് പ്രതിസന്ധിയിലും നമ്മോടൊപ്പം നിൽക്കാൻ കഴിവുള്ള അമ്മ നമുക്ക് മധ്യസ്ഥയായുള്ള ഒരു ജനം വേറെയാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ ഈ 2 നോമ്പ് പ്രത്യേകമായിട്ട് നമ്മൾ ആഘോഷിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്ത അനുഗ്രഹം പ്രാപിക്കാൻ തുടർന്ന് തികച്ചും അർത്ഥവത്തായിട്ട് ഇന്ന് മംഗളവാർത്ത സകല ജനത്തിൻ്റെ രക്ഷയ്ക്ക് കാരണമായി തീർന്ന പരിശുദ്ധ അമ്മയുടെ ഞങ്ങൾ താഴ്ദാസ്യം ഫിയാത്ത് എന്ന് പറഞ്ഞ
വലിയ അനുഗ്രഹം ലോകത്തിന് വാങ്ങി തന്ന യേശുക്രിസ്തുവിൻ്റെ അമ്മയെ തീർന്നു, തമ്പുരാൻ്റെ അമ്മയെ തീർന്ന വലിയ ഭാഗ്യം നമ്മൾ അനുസ്മരിക്കുകയായിരുന്നു. നമുക്ക് വേണ്ടി വീണ്ടും ഞങ്ങളെ ഓർമ്മിക്കുകയും അത് ഞങ്ങൾക്ക് വേണ്ടി അനുഭവമായി നൽകുകയും ചെയ്ത അമ്മയ്ക്ക് ഈ കത്തല ദേവാലയത്തിൻ്റെ ഇവിടെ കുറിക്കുന്ന ഏവരുടെ നാമത്തിൽ ഹൃദയം നിറഞ്ഞ അഭിനന്ദനവും നന്ദി. കണ്ടുകൊണ്ടാം ഇതേ സമയത്ത് അച്യുതത്തിന് വിശുദ്ധ ദേവപാലം സത്യാനമസ്കാരം കുർബാന നാളെ കണ്ടുകൊണ്ടാം നമ്മുടെ സമാപന ആശീർവാദം സ്വീകരിച്ച് ഭവനങ്ങളിലേക്ക് പോകാം. എല്ലാവർക്കും ശുഭരാത്രി. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ തമ്പുരാന്റെ പരിശുദ്ധ സംബന്ധവും സഹവാസം നമ്മുടെ പേരും നമ്മുടെ എല്ലാ നിയമങ്ങളുടെ പേരും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. യേശുവിനെ സ്തുതിക്കട്ടെ.